ആ വീട്ടിലെ കുട്ടി ആരോടും മിണ്ടില്ലേ ചേച്ചി? റോഡിലൂടെ പോകുന്നതിനിടെ ഒരു വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരതി വിനീതയോട് തിരക്കി. എന്തേ അങ്ങനെ ചോദിച്ചത്? അല്ല, കഴിഞ്ഞ ദിവസം ഇതുവഴി പോയപ്പോൾ ആ വീട്ടിലൊരു പെൺകുട്ടി റോഡിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളോട് സുഖമാണോ എന്ന് ചോദിച്ചു. പക്ഷെ അവളത് കേട്ട ഭാവം പോലും നടിച്ചില്ല. ഞാനാകെ അങ്ങ് വല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ അങ്ങനെയാ, ആരെയും കണ്ണിൽ പിടിക്കില്ല, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനങ്ങളാവും. അവളുടെ വാക്കുകൾ കേട്ടതും വിനീത ദേഷ്യത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി. നിനക്ക് അവളെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാതെ ഇരുന്നാൽ മതി, അല്ലാതെ അവളെ കുറ്റം പറയാൻ നിൽക്കരുത്. പെട്ടെന്നുള്ള വിനീതയുടെ ഭാവമാറ്റം കണ്ടതും ആരതി ഞെട്ടലോടെ അവരെ നോക്കി. നീ നോക്കണ്ട, എന്തിനെ കൊണ്ടായാലും അല്ലെങ്കിൽ ആരെക്കുറിച്ചാണെങ്കിലും മുഴുവൻ കാര്യങ്ങളും അറിയാതെ ഒന്നും പറയാൻ നിൽക്കരുത്, കേട്ടല്ലോ? ഇഷ്ടക്കേടോടെ തലയാട്ടുന്നവളെ കണ്ടതും വിനീത ആ വീട്ടിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് നെടുവീർപ്പിട്ടു. ആരതി. മൃദുവായ വിനീതയുടെ വിളി കേട്ടതും അവരോടുള്ള നീരസം മറച്ചു വെച്ചുകൊണ്ടവൾ അവരെ നോക്കി. നീ കണ്ട പെൺകുട്ടിയില്ലേ, അവളാണ് ആംഷിയ, ഞങ്ങളുടെയൊക്കെ ഷിയമോൾ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകൾ. ആര് കണ്ടാലും ഒന്ന് ഓമനിച്ചു പോകും, അത്ര സുന്ദരിയായിരുന്നു അവൾ. ഒരു പുഞ്ചിരിയോടെ അല്ലാതെ ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. നിറഞ്ഞ കണ്ണുകളോടെ അവളെക്കുറിച്ച് പറയുന്നവരെ കണ്ടതും കാര്യം മനസ്സിലാകാതെ ആരതി അവരെ തുറച്ചു നോക്കി. ഞാൻ രാജേഷ് ഏട്ടനെ കല്യാണം കഴിച്ചു വരുമ്പോൾ അവൾ ചെറിയ കുട്ടിയാ, 7ാം ക്ലാസ്സിലോ മറ്റോ ആണ് പഠിക്കുന്നത്. അത്ര കുഞ്ഞാ, ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത സ്വഭാവം. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടി നടക്കും. ആരെ കണ്ടാലും പുഞ്ചിരിയോടെ അവരോട് പോയി സുഖവിവരം തിരക്കും. എന്തിന്? അവൾക്ക് അവരെ അറിയണമെന്നൊന്നും ഇല്ല പോയി മിണ്ടാൻ. നീ എന്തിനാ അറിയാത്തവരോട് മിണ്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അവൾ കള്ളച്ചിരിയോടെ അവൾ പറയും, അവർക്ക് എന്നെയല്ലേ അറിയാത്തത്, അവരെ കണ്ടപ്പോൾ മുതൽ എനിക്കവരെ അറിയാലോ എന്ന്. പുഞ്ചിരിയോടെ ആ വീട്ടിലേക്ക് ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവർ ആരതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് ആ കുട്ടി ഇപ്പോഴെന്താ ഇങ്ങനെ? അത് 2 വർഷം മുമ്പ് കോളേജിൽ നിന്ന് ടൂറ് പോയി വന്നതവൾ. വന്നതിൻ്റെ 5ാം നാൾ കടുത്ത തലവേദനയും പനിയും പിടിവിട്ടു. വെള്ളം മാറി കുളിക്കുകയും മറ്റും ചെയ്തതല്ലേ, അതിൻ്റെ വല്ലതും ആകൂ എന്ന് കരുതി ഡോക്ടറെ കാണിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടും പനി മാറാതെ വന്നതും അവരവളെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തൊക്കെ ടെസ്റ്റ് ഉണ്ടോ അതൊക്കെ ഡോക്ടർ നടത്തി. എന്നിട്ട് ആകാംക്ഷയോടെ ചോദിക്കുന്നവളെ കണ്ടതും വിനീത വിഷമത്തോടെ അവളെ നോക്കി. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവൾ ആകെ തളർന്നു പോയിരുന്നു. ശ്വാസം ഉണ്ടോ എന്ന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥ. എല്ലാം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു, എവിടെ നിന്നോ എന്തോ വൈറസോ ഫംഗസോ അങ്ങനെ എന്തോ അവളുടെ തലച്ചോറിനെ ബാധിച്ചതാണ് എന്ന്. തലച്ചോറിനെ അത് ബാധിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ 50-50 ചാൻസ് ഉണ്ടെന്നറിഞ്ഞതും പിന്നീട് അതിനുള്ള ശ്രമമായി. എന്നിട്ടും പാതിയിൽ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ ശ്വാസം ആഞ്ഞു വലിച്ച ശേഷം വീണ്ടും പറഞ്ഞു തുടങ്ങി. പതിയെ അവളുടെ കേൾവിയെയും കാഴ്ചയെയും സംസാരത്തെയും ചലനത്തെയും ഒക്കെ അത് ബാധിച്ചു. 2 വർഷം അവൾ കിടന്ന കിടപ്പിലായിരുന്നു. ഒരുപാട് ചികിത്സകൾക്ക് ശേഷം ഇപ്പോഴാ അവളൊന്ന് നടന്നു തുടങ്ങിയത്. ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവർ ആരതിയെ നോക്കി. താൻ കാര്യം അറിയാതെ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചത് ഓർത്തവൾ വിഷമത്തോടെ വിനീതയെ നോക്കി. അവൾക്ക് സംസാരിക്കാനൊക്കെ കഴിയോ ഇപ്പോൾ? ഇല്ല, ഒരു ഓപ്പറേഷൻ കൂടെയുണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ അവൾക്ക് പതിയെ അതൊക്കെ തിരികെ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചേച്ചി, ആ കുട്ടിയെ കാണാൻ പോകാറുണ്ടോ? അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെയായി ഞാനും ഏട്ടനും കൂടെ ഇടയ്ക്ക് പോകും. ഇനി പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുമോ? പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും വിനീത പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കി. നീ പറഞ്ഞതിനുള്ള കുറ്റബോധമോ സഹതാപമോ കൊണ്ടാണ് നീ അവളെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വേണ്ട. അങ്ങനെ നീ അവളെ കാണാൻ പോകരുത്. പകരം അവളോടുള്ള സ്നേഹം കൊണ്ടാണ് നീ അവളെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി ഞാൻ പോകുമ്പോൾ ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകാം. തൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറയുന്നവരെ കണ്ടതും ആരതി പതിയെ തല താഴ്ത്തി. ഏയ്, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. വയ്യാതെ ഇരിക്കുന്ന ആരെയും നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ടുള്ള സഹതാപം കൊണ്ടോ കുറ്റബോധം കൊണ്ടോ കടമ തീർക്കലോ അങ്ങനെയൊന്നും ആകരുത്. നമുക്ക് അവരോടുള്ള നിറഞ്ഞ സ്നേഹം അതുണ്ടെങ്കിൽ മാത്രമേ അവരെ കാണാൻ പോകാവൂ. കാരണം നമ്മുടെ സാന്നിധ്യം അവരെ സന്തോഷിപ്പിക്കണം, അല്ലാതെ അസ്വസ്ഥപ്പെടുത്തരുത്. വിനീതയുടെ വാക്കുകൾ കേട്ടതും ആരതി നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. അത് കണ്ടതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ട് നടന്നു. മോളെ, നീ കണ്ടിട്ടില്ലേ, ചില മരണവീടുകളിൽ ആർക്കും സങ്കടം വരാതെ ഒന്ന് കരയാൻ പോലും ആരെയും അനുവദിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് പാറി പറന്ന് നടക്കുന്ന ചിലരെ? കണ്ടിട്ടുണ്ട് ചേച്ചി. അവർ സ്നേഹം കൊണ്ടാണ് എല്ലാവരെയും കീഴ്പ്പെടുത്തി
തനിക്ക് കീഴിലെത്തിക്കുന്നത്. അങ്ങനെയുള്ളവർ കുറ്റം പറയുന്നവരെ പോലെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തും. അതുപോലെ ആവണം നമ്മളും. എല്ലാവരോടും സ്നേഹത്തോടെ വേണം പെരുമാറാൻ. പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ആരതിയെ കണ്ടതും വിനീത അവളുടെ കവിളിൽ സ്നേഹത്തോടെ ഒന്ന് തലോടി. 2 വർഷത്തിനു ശേഷം ആരതിയെയും കൂട്ടി ആ വീടിൻ്റെ പടി കയറിയതും കാറ്റുപോലെ എന്തോ വന്ന് തന്നെ കെട്ടിപ്പിടിച്ചതറിഞ്ഞതും വിനീത പുഞ്ചിരിയോടെ ആരതിയെ നോക്കി. വിനീതയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും ആരതി ഞെട്ടലോടെ അവളെ മിഴിച്ചു നോക്കി. മുട്ടറ്റം വരെയുള്ള കറുത്ത ഒരു മിടിയും വെള്ള ഷർട്ടും ചെവി മൂടിക്കൊണ്ട് തലയിൽ ഒരു വെള്ള തൊപ്പിയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും ഇരുവരും നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് പുഞ്ചിരിച്ചു. മോളെ, ഓ, പിണക്കവും പരിഭവവുമാണ് ഉദ്ദേശമെങ്കിൽ പരാതിയുടെ കെട്ട് കേൾക്കാൻ എനിക്കിപ്പോൾ വയ്യ. അതൊരു വെള്ള പേപ്പറിൽ എഴുതി ഇങ്ങ് തന്നേര് എന്ന് പറഞ്ഞുകൊണ്ടവൾ അവരുടെ ദേഹത്ത് നിന്ന് അല്പം വിട്ടു നിന്നുകൊണ്ട് കൈകൂപ്പി പറഞ്ഞു. അല്ല ചേച്ചി, എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഇത് ഞാനാ, ഷിയ. ഓ, ഞാൻ മറന്നു. ചേച്ചിക്ക് എന്നെ അറിയില്ല അല്ലേ? വാ, നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടവൾ 2 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അമ്മ, ഒന്നിങ്ങ് വന്നേ, ഇതാരൊക്കെയാ വന്നതെന്ന് നോക്കിയേ. എൻ്റെ മോളെ, നീ ഇങ്ങനെ അലറി വിളിക്കല്ലേ. ഡോക്ടർ നിന്നോട് പറഞ്ഞിട്ടില്ലേ, സൂക്ഷിക്കണം, തുള്ളിച്ചാടി നടക്കരുത്, തലയിളക്കരുത് എന്നൊക്കെ. വന്നവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ടവർ സ്നേഹത്തോടെ അവളെ ശാസിച്ചു. അത് കേട്ടതും ചുണ്ടു കൂർപ്പിച്ച് നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരതി സ്നേഹത്തോടെ അവളുടെ കവിളിൽ പതിയെ മുത്തി. രാജേഷ് വന്നില്ലേ വിനി? ഇല്ല ചേച്ചി, മോള് വന്നത് ഏട്ടൻ അറിഞ്ഞില്ലായിരുന്നു. ആ, ഞങ്ങളിന്ന് പുലർച്ചയ്ക്കാണ് വന്നത്. വന്നപ്പോൾ നിന്നെ വിളിക്കണമെന്ന് കരുതിയതാ. പക്ഷെ നീ ഇത്ര രാവിലെ ഇങ്ങ് വരുമെന്ന് കരുതിയില്ല. ഇവളുടെ അസുഖം പൂർണ്ണമായും മാറി വന്നു എന്നറിഞ്ഞിട്ട് എങ്ങനെയാ ചേച്ചി ഇവളെ കാണാതെ ഇരിക്കുന്നത്? നിങ്ങൾ വന്ന വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ ഇന്ന് ജോലിക്ക് പോകില്ലായിരുന്നു. ആ, അവൻ ജോലിക്ക് പോയതല്ലേ, വൈകിട്ടിങ് വരില്ലേ, അപ്പോൾ സമാധാനത്തോടെ ഇവളെ കാണാമല്ലോ. ഏട്ടൻ ജോലിക്ക് പോയതാ. പക്ഷെ ഞാനിത്തിരി മുന്നേ വിളിച്ചു പറഞ്ഞപ്പോൾ ലീവ് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടവൾ ഷിയയുടെ തലയിൽ ധരിച്ച തൊപ്പിയിലേക്ക് നോക്കി. അത് കണ്ടതും ഷിയ പുഞ്ചിരിയോടെ അവരുടെ ചുമലിലേക്ക് ചാഞ്ഞു. ഒരുപാട് മുറിവൊന്നുമില്ല, ചെറിയ വേദനയുണ്ട്, അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. വിനീതയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും അവർക്കരികിലിരിക്കുന്ന സിയയെ നോക്കിക്കൊണ്ട് ആരതി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. വിനീത പറഞ്ഞതുപോലെ അവൾ ഒരു മാലാഖ തന്നെയാണെന്ന് ഒരു നിമിഷം അവൾ ഓർത്തുപോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.